ഹലോ നമസ്കാരം. ടു കൺട്രീസിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ വീഡിയോ നമ്മൾ നിർത്തിയത് ബാൻഫിലെ ഡേ 1 വിശേഷങ്ങളൊക്കെ പറ്റിയിട്ടാണല്ലേ. ഒരു നല്ലൊരു വിഷ്വൽ ബ്യൂട്ടിയൊക്കെ കണ്ടിട്ട് നമ്മളിത് ഡേ 2 കിടക്കുവാണ്. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ കഴിഞ്ഞ സമ്മറിൽ ഞങ്ങൾ പോയൊരു ട്രിപ്പാണ് നിങ്ങളെ പല സീരീസ് ആയിട്ട് ഇപ്പോൾ ഈ വീഡിയോയിലൂടെ കാണിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഡേ 2 നമുക്ക് പോയാലോ. വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു ബാൻഫ് വ്ലോഗ് ഡേ 2. അവറ്റകളുടെ കരച്ചിലേക്കാൻ തന്നെ എന്തൊരു സുഖം, എന്തൊരു സംഗീതാത്മകം. സ്വർഗം താടിറങ്ങി വന്നതോ, സ്വപ്നം നിന്നതോ, ഈശ്വരന്റെ സൃഷ്ടി പാട് മനോരഞ്ജിനി സുരംഗനി സൂപ്പർ സുര സുന്ദരി സുന്ദരി അപ്പൊ ഞങ്ങൾ ഇത്രയും ട്രെയില് അവിടുന്ന് അതാണ് നമ്മുടെ സ്റ്റേഷൻ ആ സബ്മിറ്റിന്റെ അവിടുന്ന് എന്ത് തേങ്ങയാണ് പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അവിടുന്ന് ഇവിടം വരെ നടന്ന് ഇവിടം വരെ എത്തിയിട്ടുണ്ട്. ഇനി കുറച്ച് ദൂരങ്ങളുള്ളൂ ടോപ്പിലേക്ക്. അത് ഇന്ത്യൻ ഫുഡ് ഉണ്ടോ? കേരള ഫുഡ് ഉണ്ടോ? പിന്നെ നമ്മളിവിടെ വന്നിട്ട് ഏകം തപ്പിയത് ഇതാണ് കേരള ഫുഡ്. വിശപ്പ് മാറുന്നില്ലെങ്കിലേ വല്ല കാലിത്തീറ്റയോ പിണ്ണാക്കോ കാടിയോ എന്തെങ്കിലുമൊക്കെ കലക്കിക്കൊണ്ട് കൊടുക്കുക. 10 കൊണ്ട് നിറയട്ടെ. അപ്പൊ അവിടുത്തെ വെച്ച് നോക്കുമ്പോ ഇവിടെ ഒന്നും അത്യാവശ്യം കുഴപ്പമില്ല. പക്ഷെ എന്നാലും ഇവിടുത്തെ ടേസ്റ്റും ഫുഡൊക്കെ നമ്മൾ ടേസ്റ്റ് ചെയ്യുന്നുണ്ട്. അടിപൊളിയാണ്. ഇന്ന് നമ്മൾ കാനഡയിലെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ടൂറിസ്റ്റ് സ്പോട്ടിലൊന്നായിട്ടുള്ള ബാൻഫ് ഗൊണ്ടോള കാണാൻ പോവുകയാണ്. മലമുകളിലെ മനോഹരമായിട്ടുള്ള കാഴ്ചകളും ബ്രോഡ് വാക്ക് എക്സ്പീരിയൻസുമായിട്ടുള്ള ഒരു അടിപൊളി വ്ലോഗാണിത് നിങ്ങളെ കാത്തിരിക്കുന്നത്. ബാൻഫ് ട്രിപ്പ് പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ കുറേ ഹോംവർക്ക് ചെയ്യാറുണ്ട്. അതായത് നമ്മൾ കുറേ പ്ലാൻ ചെയ്യാനുണ്ട്, എവിടെയൊക്കെയാണ് നമ്മൾ പോയതെന്നും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യങ്ങളിലൊന്നാണ് ഈ ഗൊണ്ടോളയിൽ നമ്മുടെ ടിക്കറ്റ് ബുക്ക് ചെയ്യുക എന്നുള്ളത് കേട്ടോ. ഗൊണ്ടോള ട്രിപ്പ് അവർക്ക് കുറേ ടൈം സ്ലോട്ട്സ് ഉണ്ട്. ആ സ്ലോട്ട് നോക്കി നമുക്ക് ട്രാവൽ ചെയ്ത് നമ്മൾ എവിടെയാണോ താമസിക്കുന്നത് അവിടെ നിന്ന് ട്രാവൽ ചെയ്ത് വരാൻ പറ്റുന്ന രീതിയിലുള്ള ആ ഒരു ടൈം സ്ലോട്ട് നമ്മൾ ബുക്ക് ചെയ്യുക. അങ്ങനെ ഞങ്ങളിവിടെ എത്തി കുറച്ചു നേരം ലൈനിൽ നിന്നു. അങ്ങനെ ഞങ്ങളിതേ ഗൊണ്ടോളയിലോട്ട് കയറാൻ പോവാണ്. ഇവിടെ നിൽക്കുന്ന നമ്മളിങ്ങനെ അകത്ത് കയറ്റി വിടുന്ന ആൾക്കാരുണ്ടല്ലോ, അവരുടെ ബലം ഞാൻ സംഭവിച്ചു കൊടുത്തോട്ടെ. അത്യാവശ്യം വെയിറ്റുള്ളതാണ് ഈ ഒരു ഗൊണ്ടോള എയർകാർ എന്ന് പറയുന്നത്. അത് അവർ നന്നായിട്ട് ഇങ്ങനെ ഡോറൊക്കെ വലിച്ചടച്ച് പുഷ് ചെയ്ത് വിടുമ്പോൾ അവിടെ പിന്നെ നമുക്ക് കിട്ടുന്ന ആ ഒരു ഫോഴ്സ് ഉണ്ടല്ലോ, അത് അവരുടെ ആ ഒരു എനർജി തന്നെയാണ്. പിന്നെ അങ്ങോട്ട് മുകളിലോട്ട് പോകുമ്പോൾ മൊത്തത്തിൽ മറ്റൊരു ഫീൽ തന്നെയാണ്. ശരിക്കും ലൈഫിൽ 1 ടൈം എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു ഫീൽ തന്നെയാണ്. ഞങ്ങൾ 4 പേരാണ് ഒരു ഗൊണ്ടോളയിനകത്ത് കയറിയത്. 4 പേർക്കേ കയറാൻ പറ്റുള്ളൂ. ഫുൾ ഗ്ലാസ്ഡ് ആയിട്ട് നമുക്ക് ഫുൾ കവേർഡ് ആയിട്ടുള്ളതാണ്. പ്രത്യേകിച്ചും ഈ വിൻ്റർ ടൈമിലൊക്കെ ആൾക്കാർ പോകുന്നതാണല്ലോ. അപ്പോൾ അവിടെ നിന്ന് മുന്നോട്ട് പോകുമ്പോഴത്തേക്കും ഉള്ളിൽ നിന്ന് എന്തോ ഒരു കാന്തലായിരുന്നു. പിന്നെ ഈ പിള്ളേരൊക്കെ ആയിട്ട് പോകുമ്പോൾ അവരുടെ എക്സൈറ്റ്മെൻറ്റ് നമുക്കും ഉണ്ടാവും ഒരു എക്സൈറ്റ്മെൻറ്റ്. ഈ ഓരോ ലൈനിലൂടെ പോയിട്ട് ഓരോരോ ഇൻ്റർസെക്ഷൻ എന്നല്ല, ഓരോരോ കണക്ഷൻ ഉണ്ടാവും ഓരോ ടവറിൻ്റെ അവിടെ നിൽക്കുമ്പോഴത്തേക്കും നമ്മളിങ്ങനെ പൊങ്ങിയടിച്ച് നിൽക്കുന്ന ഒരു ഫീലാണ്. അത് വേറൊരു എക്സ്പീരിയൻസ് തന്നെയാണ് കേട്ടോ. ഞങ്ങളവിടെ കിടന്ന് കാറി പോവായിരുന്നു. ശരിക്കും ഈ ഒരു മലനിരകളും പിന്നെ ആ പൈൻ വാലിയും ഒക്കെ കണ്ടിട്ട് അതിലും ഏറ്റവും ഭംഗിയായിട്ട് തോന്നിയൊരു കാര്യം എന്താണെന്നറിയോ, നമ്മൾ പോയ വഴിയൊന്ന് തിരിഞ്ഞ് നോക്കുമ്പോൾ നമ്മൾ നിന്ന ആ സ്ഥലമൊക്കെ ഭയങ്കര മിനിയേച്ചറായിട്ടുള്ള ഒരു ടൗൺ അല്ലെങ്കിൽ മിനിയേച്ചറായിട്ടുള്ള കുറേ ബിൽഡിങ് നിൽക്കുന്ന പോലെ തോന്നും. ആ ഒരു പൈൻ്റെ മുകളിലൂടെയൊക്കെ പോകുന്ന ആ ഒരു ഫീല് അത് ശരിക്കും അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒന്ന് തന്നെയാണ് കേട്ടോ. നമുക്ക് കുറേ ലിമിറ്റേഷൻസ് ഉണ്ട്. നമ്മുടെ കണ്ണിൽ കണ്ട രീതിയല്ലല്ലോ നമ്മൾ, അല്ലെങ്കിൽ വിഷ്വൽസ് അല്ലല്ലോ എക്സാക്ട്ലി നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ കാണാൻ പറ്റുന്നത്. കുറേയൊക്കെ ഞങ്ങൾ കവർ ചെയ്യാൻ 360 കവർ ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. ഈ താഴെ കാണുന്ന കുറേ വഴിയുണ്ടല്ലോ, അതിലൂടെയൊക്കെ ആൾക്കാർ ട്രെയിൽ ചെയ്ത് മുകളിലോട്ട് പോകുന്നതാണ്. പണ്ട് കുറേ വർഷങ്ങൾക്ക് മുന്നേ ഇത് ശരിക്കും ഈ ഒരു ഗൊണ്ടോള വരുന്നതിന് മുന്നേ തന്നെ ആൾക്കാർ ട്രെയിൽ ചെയ്ത് അത്രയും ദൂരം നടന്നിട്ടാണ് ഇത്രയും ഹൈറ്റിൻ്റെ മുകളിൽ എത്തിയിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ടെക്നോളജിയൊക്കെ അടിപൊളിയായി, നമുക്ക് ഒരുപാട് ഫെസിലിറ്റീസ് ഉണ്ടല്ലേ. ഈ ഒരു യാത്ര ശരിക്കും ഈ ഒരു ഗൊണ്ടോള യാത്ര എന്ന് പറഞ്ഞാൽ 8 മിനിറ്റ്സ്
മിനിറ്റ്സിലായിരുന്നു. ഇത്രയും നടന്നു പോവുകയാണെങ്കിൽ നമുക്കറിയാം എന്തോരം സമയം എടുക്കുമെന്നല്ലേ. അതിൻ്റെ ഇടയിൽ തന്നെ കുറേ വന്യമൃഗങ്ങളെയൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇതിപ്പോൾ നമുക്ക് വളരെ സേഫായിട്ട് 8 മിനിറ്റ് വളരെ വളരെ ചെറിയ മിനിറ്റിൽ നമുക്ക് ഏറ്റവും ഹൈറ്റിൽ എത്താൻ പറ്റും. അത് തന്നെ ഒരു ടെക്നോളജിയുടെയൊക്കെ ഒരു പോകുന്ന പോക്കേ. അപ്പോൾ എന്തായാലും ഈ ഒരു ഫീല് അന്യായമായിരുന്നു കേട്ടോ. സൂപ്പറായിരുന്നു. ഞങ്ങൾ ഏറ്റവും എക്സ്പീരിയൻസ് ചെയ്ത ഒന്നാണ്. ഇതിനു മുന്നേ നമ്മൾ ബാരിയിൽ പോയപ്പോഴും ഇതുപോലൊരു ഗൊണ്ടോള ട്രിപ്പ് കാണിച്ചായിരുന്നു. ഭയങ്കര ചെറിയൊരു ഗൊണ്ടോള, മിനി ഗൊണ്ടോള എന്ന് നമ്മൾ പറയാം. അത് ഓപ്പൺ എയറുമായിരുന്നു. പക്ഷേ ഇത് ഭയങ്കര രസമായിരുന്നു. അത് അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സീനറിയും കണ്ട് അത്രയും ഒരു നല്ലൊരു എക്സ്പീരിയൻസും ഒക്കെ ആയിട്ട് പോകുമ്പോഴത്തേക്കും അതൊരു സൂപ്പർ ഫീൽ തന്നെയായിരുന്നു. ഇങ്ങനെ സ്ലോലി മുകളിലോട്ട് പോകുമ്പോൾ തന്നെ നമ്മുടെ ബാൻഫ് ടൗണും ബോ വാലിയും റോക്കി മൗണ്ടൻസും എല്ലാം ക്ലിയർ ആയി കാണാം കേട്ടോ. ഇത് ലിറ്ററലി ഒരു ഡ്രീം റൈഡായിട്ട് തന്നെ നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഒരു 8 മിനിറ്റ്സിൽ നമ്മൾ ഈ ഒരു ഗൊണ്ടോള ഡ്രൈവൊക്കെ ചെയ്ത് മുകളിലോട്ട് എത്തുമ്പോഴേക്കും സൾഫർ മൗണ്ടനും 360 ഡിഗ്രിയിലുള്ള പനോരമിക് വ്യൂ ആണ് മുകളിൽ കാണാൻ പറ്റുന്നത്. നമ്മൾ ബാൻഫിൻ്റെ ടൗണിൽ നിന്ന് നോക്കുമ്പോഴത്തേക്കുള്ള റോക്കി മൗണ്ടൻ 6 മൗണ്ടൻ റേഞ്ചസ് നമുക്ക് ഇങ്ങനെ മുകളിൽ കാണാൻ പറ്റും. അത് നമ്മൾ ഇവിടുത്തെ ടോപ്പിൽ ബാൻഫിൻ്റെ തന്നെ ടോപ്പിൽ പോയിട്ട് താഴെ നമ്മൾ കാണാൻ പോവാണ്. നമ്മൾ നിൽക്കുന്ന ആ ഒരു ലെവലിൻ്റെ താഴെ അല്ലെങ്കിൽ നമ്മുടെ ഐ ലെവലിൽ കാണാൻ പോവാണ്. അതുതന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറയുമ്പോൾ. അങ്ങനെ അതിസാഹസികമായിട്ടുള്ള ആ ഒരു ഗൊണ്ടോള റൈഡ് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ ഭൂമിയിൽ നിലം തൊട്ടിരിക്കുകയാണ്. അതിസാഹസികമൊന്നും പറയാനില്ല കേട്ടോ. ഭയങ്കര കുട്ടികൾക്കായാലും ഒരു ചിൽഡ്രൻ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് തന്നെയാണ്. പിന്നെ ചില പിള്ളേർക്ക് പേടിയാവും ആ ഒരു ഹൈറ്റിലോട്ട് കയറുമ്പോഴത്തേക്കും. പിന്നെ ഇത് ഇവിടെ നിന്നാണ് നമ്മൾ പിന്നെ നടപ്പ് ആരംഭിക്കുന്നത് കേട്ടോ. ഇവിടെ നിന്ന് കുറച്ചധികം ദൂരം നമുക്ക് നടക്കാനുണ്ട്. ഈ ഒരു സൾഫർ മൗണ്ടൻ്റെ അടിത്തട്ടിലുള്ള ചൂടുവെള്ളത്തിൻ്റെ ഉറവുകൾ, ഒരു ഹോട്ട് സ്പ്രിങ്സ് ഒക്കെ കണ്ടെത്തിയതോടെയാണ് ഇങ്ങനെ ഒരു പ്രദേശം ഭയങ്കര പ്രസിദ്ധമായതും പിന്നെ ഒരുപാട് ട്രെയിലൊക്കെ ഇതുവഴിയൊക്കെ നമ്മൾ നിർമ്മിക്കാൻ തുടങ്ങിയതും. ഒരു 1885 ബാൻഫ് നാഷണൽ പാർക്ക് സ്ഥാപിക്കപ്പെടുകയും ഇത് കാനഡയിലെ ആദ്യത്തെ നാഷണൽ പാർക്കായി മാറുകയും ചെയ്തു. ഈ ഒരു ബാൻഫ് ഗൊണ്ടോളയുടെ ഒരു ആരംഭം എന്ന് പറയുന്നത് 1959 മുതലാണ് കേട്ടോ. പണ്ടൊക്കെ സൾഫർ മൗണ്ടൻ്റെ മുകളിലെത്താനായിട്ട് ഭയങ്കര കഠിനമായിട്ടുള്ള യാത്രകളൊക്കെയാണ്, കാൽനട യാത്രകളൊക്കെയാണ് ചെയ്യേണ്ടി വന്നിരുന്നത്. പക്ഷേ 1959 മുതൽ ബാൻഫ് ഗൊണ്ടോള നിർമ്മിച്ചതോടുകൂടി സാധാരണ ആളുകൾക്ക് വരെ വരാൻ പറ്റുന്ന രീതിയിലുള്ള കുറേ ഫെസിലിറ്റീസ് ഉണ്ടായി. അതിൽ ഏറ്റവും നമുക്ക് കാണാൻ പറ്റുന്ന ഒന്ന് തന്നെയാണല്ലേ ഗൊണ്ടോള. ഇതിപ്പോൾ 8 മിനിറ്റ്സ് കൊണ്ടാണ് നമ്മളിവിടെ ഇത്രയും മുകളിലെത്തിയത്. പിന്നെ ഈ ഒരു പ്രദേശത്തിൻ്റെ ഒരു ഹിസ്റ്ററിയൊക്കെ നോക്കുകയാണെങ്കിൽ ഒരുപാട് ശാസ്ത്ര പഠനങ്ങളൊക്കെ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ അതിനൊക്കെ എക്സ്പെരിമെൻ്റ് ആയിട്ടുള്ള ഒരു പ്രദേശം തന്നെയാണ് കേട്ടോ. പ്രത്യേകിച്ചും കോസ്മിക് റേ സ്റ്റേഷനൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. 1956 മുതൽ 1978 വരെയായിരുന്നു ഈ ഒരു ബഹിരാകാശത്തിൽ നിന്ന് വരുന്ന കോസ്മിക് കിരണങ്ങളെയൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ഗവേഷണ കേന്ദ്രം സ്ഥാപിച്ചത്. അതിനുശേഷം ഇത് ഒരു നാഷണൽ ഹിസ്റ്റോറിക് സൈറ്റായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടു. അപ്പോൾ അതിൻ്റെയൊക്കെ ശേഷമാണ് ഈ കാണുന്ന ആ ഒരു ബ്രോഡ് വാക്കിൻ്റെ ഒരു രൂപീകരണം വരുന്നത് കേട്ടോ. അപ്പോൾ ഭയങ്കര ഈസി ആയിട്ട് ആൾക്കാർക്ക് ആക്സസ് ചെയ്യാനും ഏത് പ്രായത്തിലുള്ളവർക്കാണെങ്കിലും കുട്ടികൾക്കാണെങ്കിലും എല്ലാവർക്കും ഒരേപോലെ തന്നെ ആ ഒരു പീക്കിലോട്ട് ആ ഒരു മൗണ്ടനിലോട്ടൊക്കെ പോകാനായിട്ട് വളരെ നമുക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള രീതിയിലാണ്. നമുക്ക് ശരിക്കും ഇങ്ങനെ ട്രെയിൽ ചെയ്ത് പോകുന്നതാണെന്ന് തോന്നില്ല. നമ്മൾ ശരിക്കും ഈ ഒരു വഴി കൂടെയൊക്കെ ട്രക്ക് ചെയ്ത് നമ്മൾ ഈ ഒരു ബ്രോഡ്വേ എടുത്തു. ചില ആൾക്കാരൊക്കെ ഈ ഒരു താഴെ കൂടെയൊക്കെ കുറേ വഴിയുണ്ട്. അത് നമ്മൾ ഗൊണ്ടോള കയറുന്നതിൻ്റെ ഏറ്റവും അടിത്തട്ട് തൊട്ട് അവർ നടന്ന് കുറേ മണിക്കൂറുകൾ നടന്ന് ഈ ട്രെയിലൊന്നും എടുക്കാതെ ആ ഒരു മലയുടെ സൈഡിൽ കൂടെയൊക്കെ വളരെ കഷ്ടപ്പെട്ട് നടന്നു വരുന്നത് കണ്ടു. അപ്പോൾ അങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യണമെന്നുള്ളവർക്കും പറ്റിയ ഒരു വഴി തന്നെയാണ് അല്ലെങ്കിൽ ഒരു സ്പോട്ട് തന്നെയാണ് നമ്മളീ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഏകദേശം ഒരു 20-30 മിനിറ്റ്സ് വാക്കോളം അത് നമ്മൾ ഒറ്റ നടപ്പിൽ നടക്കുകയാണെങ്കിൽ ഫോട്ടോസൊക്കെ എടുത്ത് നടക്കുകയാണെങ്കിൽ അതിലും സമയം കൂടും. എന്നാലും നമുക്ക് ഈ ഒരു വഴിയിലൂടെ വരുമ്പോൾ വലുതായിട്ട് നമുക്കറിയില്ല. ബിക്കോസ് അത്രയും പീക്കായിട്ടുള്ള ട്രെയിൽസ് അല്ല നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. അപ്പോൾ ആ ഒരു അടിപൊളി നടത്തമൊക്കെ നടന്ന് നമ്മളിവിടെ എത്തുമ്പോൾ ഈ ഒരു പോയിന്റിൽ എത്തുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് ഈ ഓരോ ആംഗിളിലായിട്ടും ഡിഫറെൻ്റ് ആയിട്ടുള്ള മൗണ്ടൻ റേഞ്ചസ്. അത് നമ്മൾ ബാൻഫിൻ്റെ ടൗണിൽ നിന്ന് നമ്മൾ ഇങ്ങനെ ഹൈറ്റിൽ കണ്ടതാണ്. ഇതിപ്പോൾ നമ്മുടെ നേരെ അല്ലെങ്കിൽ നമുക്ക് താഴെയായിട്ട് ഈ മലനിരകൾ നിൽക്കുന്നത് പോലെ അല്ലേ. ഓരോന്നിനും ഓരോരോ പ്രത്യേകത കേട്ടോ. ഇതിൽ തന്നെ മൗണ്ട് റെൻഡൽ, കാസ്കേഡ് മൗണ്ടൻ അങ്ങനെ തുടങ്ങി 6-7ഓളം മൗണ്ടൻ റേഞ്ചസ് കാണാം. ചിലതിൻ്റെ ഒരു ഭംഗി എന്ന് പറയുമ്പോൾ നീളമുള്ള റിഡ്ജും ഷാർപ്പ് ഷേപ്സ് ഒക്കെയുള്ള ഒരു പ്രത്യേകതയുള്ള മൗണ്ടൻ സെറ്റായിരിക്കും. ചിലതെന്ന് പറയുന്നത് ഈ വെള്ളച്ചാട്ടം പോലെ ഇങ്ങനെ വളരെ ലേയേർഡ് ഉള്ള ഷേപ്പുള്ള മല പോലെ അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രത്യേകതകളുള്ള ഓരോരോ മല നിരകളാണ് നമുക്ക് ഈ ഒരു റേഞ്ചിൽ കാണാൻ പറ്റുന്നത്. അപ്പോൾ ഞങ്ങൾ ഇത്രയും ട്രെയിൽ അവിടുന്ന് അതാണ് നമ്മുടെ സ്റ്റേഷൻ. ആ സബ്മിറ്റിന് അവിടെ
സബ്മിറ്റ് ആ സബ്മിറ്റ്. അവിടുന്ന് ഇവിടം വരെ നടന്ന് ഇവിടം വരെ എത്തിയിട്ടുണ്ട്. ഇനി കുറച്ച് ദൂരങ്ങളുള്ളൂ ടോപ്പിലേക്ക്. നമ്മൾ നേരത്തെ പറഞ്ഞില്ലായിരുന്നു 7486 ഫീറ്റ് ആണ്. അത്രയും ഹൈറ്റ് മുകളിലാണോ? അതായത് 2100 മീറ്റർ. ഓ 7486 ഫീറ്റ്. എന്നാ മണ്ടക്കറി കയറാ. പിന്നെ മുകളിൽ നമുക്ക് റെസ്റ്റോറന്റ് ഒക്കെ ഉണ്ട്. ഇന്ത്യൻ ഫുഡ് ഉണ്ടോ? പക്ഷെ ഇപ്പൊ കേരള ഫുഡ് ഉണ്ടോ? പിന്നെ നമ്മളിവിടെ വന്നിട്ട് ഏകം തപ്പിയത് ഇതാണ്, കേരള ഫുഡ്. കുറച്ചാണ് നമ്മുടെ മിസ്സാകെ കുറച്ച്. അതെ, ഞങ്ങൾ ടൊറന്റോന്നായിരുന്നേ. അപ്പം അവിടുത്തെ വെച്ച് നോക്കുമ്പോൾ ഇവിടെ നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ല. പക്ഷെ എന്നാലും ഇവിടുത്തെ ടേസ്റ്റും ഫുഡൊക്കെ നമ്മൾ ടേസ്റ്റ് ചെയ്യുന്നുണ്ട്. അടിപൊളിയാണ്. അപ്പൊ ഇനി ശരിക്കും എങ്ങനെയുണ്ട് വ്യൂ? നോക്കേ, വ്യൂ ഉണ്ടോ? വ്യൂ ഉണ്ടോ? എന്ത് രസമാണെന്ന് നോക്കി. നമ്മുടെ നാട്ടിലെ പോലത്തെ 3 വരകളാണ്. ശ്രീരാമൻ ഇവിടെ വന്നു 3 വര ഇവിടെ വന്ന് 3 വരയിടാൻ വേണ്ടി വന്ന പട്ടത്തെ പള്ളിയിൽ ഇവിടെ വരുന്ന പിള്ളേർക്കൊക്കെ റോക്കി മൗണ്ടൻ അഡ്വഞ്ചർ എന്ന് പറഞ്ഞിട്ടൊരു ചെറിയൊരു ബുക്ക്ലെറ്റ് ഞാൻ അടിച്ചു മാറ്റി ഞങ്ങളോട് ഡാമിയുടെ കയ്യിൽ, കൊച്ചിൻ്റെ കയ്യിൽ നിന്ന്. ഓ എങ്ങനെയുണ്ട്? എന്ത് രസമാണ് മണ്ടക്കോട്ട് കയറാൻ തോന്നുന്നത്. ശരിക്കും മറ്റേ മോഹൻലാൽ പറഞ്ഞാല് ഉയരം കൂടുന്തോറും സാധു കൂടുന്നവർ. പക്ഷെ ഉയരം കൂടുന്തോറും ഇവിടെ ഭയങ്കര വിഷ്വൽ അങ്ങ് മാറിക്കൊണ്ടിരിക്കുക. പല ആംഗിളിലും പല വിഷ്വൽ. ആ കാണുന്നതാണ് നമ്മുടെ ടോപ്പ് പോയിന്റ് എന്ന് പറയുന്നത്. പിന്നെ മൊത്തത്തിൽ ഈ ഒരു 360 വ്യൂ കാണുമ്പോൾ ശരിക്കും നമ്മൾ മലകൾക്കിടയിലൂടെ ആ ഒരു ക്ലൗഡിനെ ഇങ്ങനെ തൊട്ട് നിൽക്കുന്ന ഒരു ഫീലാണ് കേട്ടോ. ശരിക്കും ഒരു വൺ ടൈം എക്സ്പീരിയൻസ് തന്നെയാണ്. പ്രത്യേകിച്ചും ഈ നേച്ചർ ഇഷ്ടപ്പെടുന്ന, ഫോട്ടോഗ്രാഫി ഇഷ്ടപ്പെടുന്ന, അല്ലെങ്കിൽ അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഈ നടപ്പൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഈ ട്രെയിലെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയുള്ള ആ വഴികളിലൂടെ പോകാം. പിന്നെ ഈ ഒരു സ്ഥലം, ഈ ഒരു ഏരിയ ഉണ്ടല്ലോ, ഇവിടെ തിക്കും തിരക്കുമായിരുന്നു ഞങ്ങൾ എത്തിയപ്പോൾ. ഇത് കണ്ടാൽ നമുക്ക് എങ്ങനെ വർണ്ണിക്കണമെന്ന് പറയാൻ പറ്റില്ല. ഇവിടെ നിന്നൊരു 360 ഡിഗ്രി പനോരമിക് വ്യൂ ആണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഈ നേരത്തെ ഞാൻ പറഞ്ഞ 6 മൗണ്ടൻസ് റേഞ്ചസ് വരെ എല്ലാം ഒരുമിച്ച് ഇങ്ങനെ കാണാൻ പറ്റുന്ന ഒരു മാജിക്കൽ പ്ലേസ്. അവിടെ നമുക്ക് താഴെ കുറേ മിനിയേച്ചർ ബിൽഡിങ്സ് കാണാൻ പറ്റുമല്ലേ. നമ്മുടെ ബോ വാലിയും ബാൻഫ് ടൗണും ഒക്കെയാണ് ആ ഒരു മിനിയേച്ചർ ആയിട്ടുള്ള ആ ഒരു ടൗണായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. എന്തായാലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഇത്രയും സമയം നടന്ന് അല്ലെങ്കിൽ കുറേ നേരം നമ്മളിവിടെ സ്പെൻഡ് ചെയ്യുമ്പോഴും ഏറ്റവും വർത്ത് ആയിട്ടുള്ള, നമ്മൾ ഈ ഒരു ബാൻഫിൽ വന്നിട്ട് അല്ലെങ്കിൽ ആൽബർട്ടയിൽ വന്നിട്ട് ഏറ്റവും എൻജോയ് ചെയ്ത ഒരു സ്പോട്ടിൽ ഏറ്റവും ഒന്ന് തന്നെയാണ് കേട്ടോ ഇവിടെ. ഇവിടെ നിന്ന് ഇനിയും നമുക്ക് മുകളിലോട്ട് പീക്ക് ചെയ്ത് കയറാം. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ സാൻസൺസ് പീക്ക് എന്ന് പറയുന്ന ആ ഒരു സ്ഥലത്തേക്ക്. ഓക്കെ, അപ്പൊ ഞങ്ങളിത് ഇതിന്റെ ടോപ്പിലെത്തിയേക്കാണത്. ചതിയായിപ്പോയി. കുറച്ച് ദൂരങ്ങളുള്ളൂ. പക്ഷേ ഇതാണ് ഈ കാണുന്നത്. ഈ റോക്സ് ആണ് ഇതിന്റെ ടോപ്പിലുള്ളത്. പക്ഷേ ഇവിടെ കുറച്ച് കൺസ്ട്രക്ഷൻ നടക്കണം. അപ്പം കുറച്ച് ദൂരം അങ്ങോട്ട് കയറ്റി കൊടുത്തില്ല. അപ്പൊ ഞങ്ങൾ ഇവിടെ നിന്നെടുക്കാണ്. അപ്പൊ ഇനിയിപ്പം വരുന്നവരെല്ലാം അവിടെ വരെ പോവുക. ഇതെനിക്ക് തോന്നുന്നു കുറച്ച് നാളത്തേക്ക് വല്ല കൺസ്ട്രക്ഷൻ ആയിരിക്കും. അല്ല, ഇന്ന് മാത്രമേ ഉള്ളൂ. ഇന്ന് മാത്രമേ ഉള്ളൂ. സാൻസൺ പീക്ക് എന്നാണ് അതിനെ പറയുന്നത്. എന്തായാലും കുഴപ്പമില്ല. എന്തായാലും ഇവിടുത്തെ വ്യൂ ഒരു രക്ഷ. ഞാനേ നോട്ട് ചെയ്തൊരു കാര്യം എന്നറിയാം. നമ്മൾ ഇങ്ങോട്ട് കയറി വന്നപ്പോഴത്തേക്ക് ഒരു ഫാമിലി അങ്ങോട്ട് പോയിരുന്നായിരുന്നു. ഫോറിനേഴ്സ് എന്ന് പറയാൻ പറ്റത്തില്ല, ഇവിടെ ഉള്ളവരായിരിക്കും, ഇംഗ്ലീഷുകാരാ. ഒരു കൊച്ചു പറയുന്നത് ഡീഫോറസ്റ്റേഷൻ കണ്ടുവന്നു. നമ്മൾ ക്ലാസ്സിൽ നിന്ന് പഠിക്കുന്നേക്കാളും ഇങ്ങനെയുള്ള യാത്രയൊക്കെ എന്തുമാത്രം നമ്മുടെ കുട്ടികളെ അത്രയും പ്രകൃതി അല്ലെങ്കിൽ നമ്മുടെ ഭൂമിയിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ കാണിക്കുന്നു എന്നുള്ളത് ഭയങ്കര ഒരു സംഭവമാണ് കേട്ടോ. അത് ശരിക്കും നമ്മൾ വന്ന വഴിയെല്ലാം ശരിക്കും ഇവിടെ നിന്ന് കാണാൻ പറ്റും. നമ്മൾ വന്ന വണ്ടിയിൽ വന്ന റോഡാണ് ദൂരെ കാണുന്നതൊക്കെ. പക്ഷെ ഇവിടെ നിന്ന് നിങ്ങൾക്ക് അത് കാണാൻ പറ്റില്ല. ഇവിടെ ക്യാമറ കാണിക്കാൻ അതെ. അങ്ങോട്ട് പോയാലോ? അങ്ങോട്ട് ജസ്റ്റ് കാണിച്ചാലോ? ഇതുണ്ട് ഓറഞ്ച് പോലെ. എന്താണ് ഫംഗസ് ആണോ? ഒരു ഓറഞ്ച് കണ്ടന്റ് ഉണ്ട് ഇവിടെ. റോക്സിലൊക്കെ ചെറിയൊരു ഓറഞ്ച് കണ്ടന്റ് ഒക്കെ ഉണ്ട്.
ശരിക്കും അത് എനിക്കൊന്ന് ഒരു ഫംഗസോ അങ്ങനത്തെ എന്താ സംഭവമാണ് ഇതില് ഇങ്ങനെ റോക്സിൽ വളരുന്ന എന്താ സംഭവമാണ്. മഹേഷ് പതേ അമരേന്ദ്ര ബാഹുബലി. അങ്ങനെ കുറേ നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചകളും ആ ഒരു എക്സ്പീരിയൻസ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് നമ്മുടെ ആ ഒരു ഗൊണ്ടോള സ്റ്റേഷൻ്റെ ബാൻഫിലെ ഗൊണ്ടോള സ്റ്റേഷൻ്റെ മുകളിലത്തെ ആ ഒരു സ്റ്റേഷനിലെത്തിയിരിക്കുകയാണ്. ഇവിടെ താഴെയുണ്ട്, മുകളിലും ഗൊണ്ടോള സ്റ്റേഷൻ ഉണ്ടല്ലോ. ഈ ഒരു സ്ഥലത്ത് ഒരുപാട് പ്രത്യേകതകളുണ്ട് കേട്ടോ. ഒരുപാട് വന്യമൃഗങ്ങളെ നമുക്ക് കാണാൻ പറ്റുക. നമ്മുടെ ലക്കിനനുസരിച്ചിട്ടാണ് ഇവിടെ ഓരോരോ മൃഗങ്ങളെ കാണാൻ പറ്റുക എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും വന്ന സമയത്ത് കുറച്ച് കാണാൻ പറ്റി. പിന്നെ ഈ ഒരു ബിൽഡിങ്ങിനകത്താണ് നമുക്ക് വാഷ്റൂം ഫെസിലിറ്റി ഉള്ളത്. ഇത്രയും ദൂരം നമ്മൾ നടന്ന് വരുമ്പോൾ തന്നെ നമ്മൾ അത്യാവശ്യം ടയേർഡ് ആവുകയാണെങ്കിൽ നമുക്കൊന്ന് ഇരുന്ന് റെസ്റ്റ് ചെയ്യാനും പിന്നെ കുറച്ച് റെസ്റ്റോറൻറ്റ്സും കുറച്ച് ഫുഡ് കോർട്ടും ഒക്കെ നമുക്കുണ്ട്. പിന്നെ ഇവിടെ ഒരുപാട് വ്യൂവിൽ നമുക്ക് ഡിന്നറും ലഞ്ചും ഒക്കെ കഴിക്കാൻ പറ്റുന്ന കുറച്ച് റെസ്റ്റോറൻറ്റ്സും ഒക്കെ ഉണ്ട്. പിന്നെ ഈ ഒരു ഏരിയ ഉണ്ടല്ലോ, ഇവിടെ ഒരുപാട് ആക്ടിവിറ്റീസ് നമ്മുടെ കുട്ടികൾക്കായിട്ടുണ്ട്. കുറച്ച് ഗെയിം സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ശരിക്കും ഈ ഒരു ടൂറിസം അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ഇങ്ങനെ ഒരു കുറേ നല്ല വ്യൂസ് ഒക്കെ എൻജോയ് ചെയ്യേണ്ടതെന്നുള്ളത് കുറേ വീഡിയോയിലൂടെ നമുക്കിവിടെ കാണാൻ പറ്റും കേട്ടോ. ഒരു 3D വ്യൂ പോലെയാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. അതിൻ്റെ ഒരു ഇൻഡോർ നമുക്ക് കയറിയിരുന്ന് നമുക്കൊരു സറൗണ്ടിങ് സൗണ്ടൊക്കെ ആയിട്ട് കാണാൻ പറ്റും. അവിടെ ആക്ച്വലായിട്ട് ആൾക്കാർ പോയി വീഡിയോ ചെയ്തതും അല്ലെങ്കിൽ അവർ റെക്കോർഡ് ചെയ്തതായിട്ടുള്ള കുറേ വീഡിയോസാണ് അവിടെ പ്ലേ ചെയ്തിരിക്കുന്നത്. പിന്നെ ഇവിടെ ഒരു സ്റ്റാമ്പിങ് ഏരിയ ഉണ്ട്. നമ്മൾ ഓരോരോ സ്ഥലത്ത് എത്തിയിട്ട് നമുക്ക് കയ്യിലൊരു ബുക്ക്ലെറ്റ് തന്നിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിനകത്ത് നമ്മൾ ഏതൊക്കെ സ്ഥലത്താണ് എത്തിയത് എന്നുള്ളത് നമുക്കിവിടെ സ്റ്റാമ്പ് ചെയ്ത് വയ്ക്കും. പിന്നെ ഇത് ഈ കാണുന്നുണ്ടല്ലോ, നമ്മുടെ ഓരോ മൃഗങ്ങളുടെയും പൂപ്പാണ്. അത് വെച്ചിട്ട് ഈ ട്രെയിൽ ചെയ്ത് പോകുന്നവർക്കൊക്കെ സേഫായിട്ട് ഇപ്പോൾ ഒരെണ്ണം കാണുവാണെങ്കിൽ അവിടെ ഈ മൃഗമുണ്ടായിരിക്കും അല്ലെങ്കിൽ ഈ കാൽപ്പാടാണെങ്കിൽ അതുണ്ടായിരിക്കും എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സംഭവമാണ്. അപ്പം ഓൾറെഡി ഇവിടെ പോകുന്ന ട്രാവലേഴ്സിനും അല്ലെങ്കിൽ ട്രെയിൽ ചെയ്യുന്നവരും ട്രക്ക് ചെയ്യുന്നവർക്കൊക്കെ ഇതറിയാം. പിന്നെ ഇത് കോളറാണ്, നമ്മുടെ നാട്ടിൽ അരിക്കൊമ്പനിട്ട് കൊടുത്ത കോളർ പോലത്തെ ഒരു സംഭവമാണെന്നാണ് തോന്നുന്നത്. അങ്ങനെ കുറേ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ബുക്കുകളിൽ നിന്നും പഠിക്കുന്നതിനേക്കാളും നമുക്കിങ്ങനെ എക്സ്പീരിയൻസ് ചെയ്ത് പഠിക്കാനായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളാണല്ലേ നമുക്ക് ഈ ഒരു ലോകത്തുള്ളത്. അപ്പോൾ അത്രയും നമ്മൾ എക്സ്പ്ലോർ ചെയ്യുക, നമ്മുടെ കുട്ടികളെ എക്സ്പ്ലോർ ചെയ്യിപ്പിക്കുക, അല്ലെങ്കിൽ നമുക്ക് തന്നെ പോയി പഠിക്കുക. ബുക്കിനേക്കാളും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നേരിട്ട് കണ്ട് വിഷ്വൽ ചെയ്ത് പഠിക്കാൻ പറ്റും. അത് നമുക്ക് നമ്മുടെ പല സ്കില്ലും ഡെവലപ്പ് ചെയ്യുകയും ചെയ്യും അല്ലേ. അങ്ങനെ ഞങ്ങൾ തിരിച്ച് ഗൊണ്ടോളയിൽ വീണ്ടും കയറിയിട്ട് നമ്മൾ താഴേക്ക് പോവാണ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇവിടെയുള്ള ആൾക്കാരെ സമ്മതിക്കണം കേട്ടോ. നമ്മളൊരു കാര്യം ഡൗട്ട്സ് ഒക്കെ ചോദിച്ചാൽ തന്നെ അവർ അത്രയും പൊളൈറ്റായിട്ട് നമ്മളോട് സംസാരിക്കുന്ന രീതിയൊക്കെ അത്രയും ഹാർഡ് വർക്കിംഗ് ആണ് അവരവിടെ ചെയ്യുന്നത്. എന്നിട്ടും നമ്മൾ എന്തെങ്കിലുമൊക്കെ ചോദിച്ചാലും അവർ പറയുന്ന രീതിയൊക്കെ അത് പ്രത്യേകിച്ച് നമ്മൾ എടുത്ത് പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ആൻഡ് നമുക്ക് ഇതിനകത്ത് ഇരുന്നിട്ട് ഫോട്ടോ എടുത്തിട്ട് നമുക്ക് നമ്മൾ താഴെ ഒരു സ്റ്റേഷനുണ്ട്, അവിടെ ഇറങ്ങുവാണെങ്കിൽ നമുക്ക് പേ ചെയ്യണം. പക്ഷേ നമുക്ക് അടുത്ത ഫോട്ടോ അവർ നമുക്ക് തരും. അതൊക്കെയാണ് ഇവിടുത്തെ കുറേ വിശേഷങ്ങളും അവിടുത്തെ ഒരു രസകരമായിട്ടുള്ള കുറേ നല്ല കാഴ്ചകളും ഒക്കെ ആയിട്ടുള്ളത്. അപ്പോൾ ഒരു മസ്റ്റ് വിസിറ്റ് പ്ലേസ് തന്നെയാണ് ഈ ഒരു ഗൊണ്ടോള എന്ന് പറയുന്നത്. പ്രത്യേകിച്ചും ബാൻഫിൽ വരുന്നവർ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ലാത്തതാണ്. നമ്മൾ കയറിയത് പോലെ തന്നെയുള്ള ഒരു ഫീൽ തന്നെയായിരുന്നു കേട്ടോ തിരിച്ചിറങ്ങിയപ്പോഴും, ആ ഒരു മലനിരകളും പൈൻ ഫോറസ്റ്റൊക്കെ കണ്ടപ്പോൾ. പക്ഷെ ഞാൻ അപ്പോഴും ആലോചിച്ചത് അതുവഴി ട്രെയിൽ ചെയ്ത് പോകുന്ന ആൾക്കാരുടെ ആ ഒരു എന്തായിരിക്കും അവർ മനസ്സിലല്ലേ. നമ്മൾ വളരെ ഈസി ആയിട്ട് 8 മിനിറ്റ്സിൽ പോയത് അവർ എത്രയോ മണിക്കൂറുകളുകൊണ്ടായിരിക്കും ഇങ്ങനെ നടന്നു പോയത്. അപ്പോൾ എന്തായാലും ഒരു നല്ലൊരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റിയെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇപ്പോൾ വിൻ്റർ ടൈമിലാണെങ്കിലും ഏതൊരു സീസണിലാണെങ്കിലും ദേ ഒരു ഗൊണ്ടോള ഓപ്പൺ ആയിരിക്കും. അപ്പോൾ നമുക്ക് പ്ലാൻ ചെയ്തിട്ടൊക്കെ പോകാൻ പറ്റുന്ന ഒരു സ്ഥലം തന്നെയാണ്. ഏത് ഒരു സീസണിൽ നമ്മൾ പോയാലും ഈ ഒരു ഗൊണ്ടോള ഒരു റൈഡും അല്ലെങ്കിൽ ആ മുകളിലത്തെ പീക്ക് വ്യൂ ഒന്നും നമ്മൾ ഡിസപ്പോയിൻറ്റ് ചെയ്യില്ല എന്നുള്ളത് പല ആൾക്കാർ പോയതിൽ നിന്നും നമ്മൾ അറിഞ്ഞൊരു കാര്യം തന്നെയാണ്. ഇപ്പോൾ ഞാനും പറയുകയാണ് കേട്ടോ. എന്തായാലും ഒന്ന് പോയി നോക്കൂ. നമ്മൾ എന്തായാലും കുറേ സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ ചാർട്ട് ചെയ്യുന്ന കൂട്ടത്തിൽ നമ്മുടെ ബക്കറ്റ് ലിസ്റ്റിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന ഒരു അടിപൊളി സ്ഥലം തന്നെയാണ്. അങ്ങനെ ഈ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ Day 2 വീഡിയോ ഞങ്ങളിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ Day 1 കണ്ടിട്ടില്ലാത്തവരെ ഒന്ന് പോയി കാണുക. ഇവിടെ ലിങ്ക് കൊടുത്തേക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇനി Day 3 വീഡിയോ ആയിട്ട് ഞങ്ങൾ ഉടൻ തന്നെ വരുന്നതായിരിക്കും. ഇതിലും എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് വിശേഷങ്ങളും കുറേ നല്ല വിഷ്വൽസും ആയിട്ട്. അപ്പോൾ ഞങ്ങളുടെ ഈ ഒരു യാത്രയിൽ കൂടെ ചേരാനായിട്ട് 2 countries ട്രാവൽ വ്ലോഗ് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ കാണാം. See you.